ശ്രീസ് ഹവൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ അസാധ്യ രുചിയുള്ള ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കായി 2 മീഡിയം സൈസ് ക്യാരറ്റ് കഴുകി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി അരച്ചെടുക്കേണ്ടതായുണ്ട്. ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. കിസ്മിസ്, കുറച്ച് കാഷ്യൂനട്ട്, 2 ബദാം, നമ്മളെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പിന്നെ കോക്കനട്ട് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യം നമ്മളുടെ ക്യാരറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കേണ്ടതായുണ്ട്. 1/2 കിലോ ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് മധുരത്തിനായി. ചിലർ പഞ്ചസാര ചേർക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റിന് ശർക്കര തന്നെ വേണം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1.5 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ശർക്കര വെറുതെ ചൂടാക്കിയെടുത്താൽ പോരാ, നല്ലതായി അലിയിച്ചെടുക്കണം. ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഒന്ന് സ്പൂണിട്ടൊന്ന് കറക്കുകയോ അല്ലെങ്കിൽ പാത്രം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയോ ചെയ്യുക. ഈ ഒരു സമയത്ത് നമ്മളുടെ ക്യാരറ്റ് നെയ്യിൽ നന്നായി വെന്ത് കിട്ടും. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആ സെയിം പാത്രത്തിൽ തന്നെ 1 ലിറ്റർ പാലൊഴിച്ച് നമുക്ക് പായസത്തിൻ്റെ പരിപാടികൾ തുടങ്ങാം. ആ പാല് നന്നായി ഒന്ന് ചൂടായി വരേണ്ടതായുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അടിയിൽ പിടിക്കരുത്. നല്ല രീതിയിൽ ഇത് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതായുണ്ട്. ഇതേ സമയം തന്നെ മറ്റൊരു അടുപ്പിലേക്ക് മറ്റൊരു പാൻ വയ്ക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കോക്കനട്ട് നന്നായി വറന്ന് വന്നതിന് ശേഷം നമ്മളുടെ കയ്യിലുള്ള ബാലൻസ് ആയിട്ടുള്ള ഐറ്റംസ് കാഷ്യൂനട്ട്, ബദാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കണം. കാരണം ചൂടോടുകൂടി പായസത്തിലേക്ക് ഒഴിച്ചാൽ പാല് പാഴിപ്പോകാൻ ചാൻസ് ഉണ്ട്. കിസ്മിസ് ഇട്ട് തീ അണച്ച് മാറ്റി വയ്ക്കുക. പാല് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. നമ്മൾ കുറച്ച് ചവ്വരി, ഒരു 100 ഗ്രാം ചവ്വരി വെള്ളത്തിലിട്ടൊരു അരമണിക്കൂർ ഒന്ന് കുതിർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് വയ്ക്കുക. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചേക്കണ ക്യാരറ്റ് പാലിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അടി പിടിക്കരുത്. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടെ തണുക്കാൻ വെച്ചിരുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കുക. ശർക്കര ഉരുക്കിയ വെള്ളമാണ്. കേസ് എൻ്റെ പാത്രത്തിൽ ഇത് കൊള്ളുമെന്ന് തോന്നുന്നില്ല. മറ്റൊരു പാത്രം അർജൻറ്റായിട്ട് ആവശ്യമുള്ളതിനാൽ ഞാൻ തൽക്കാലം എൻ്റെ പാത്രം മാറ്റുന്നുണ്ട്. ആരും പേടിക്കേണ്ട. ശർക്കര ചൂടോടുകൂടി ഒരിക്കലും ഇതിലേക്ക് ഒഴിക്കരുത്, കാരണം പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നല്ല രീതിയിൽ ഇത് അടി പിടിക്കാതെ കൈയെടുക്കാതെ ഇളക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചോ ലോ ഫ്ലെയിമിൽ വെച്ചോ വേണം ഇത് ചെയ്യാൻ. ഇത് തിളച്ച് കയ്യിലോ പുറത്തോ വീണ് കഴിഞ്ഞാൽ പൊള്ളും. വളരെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയായി. അതിലേക്ക് ഒരു 4 ഏലക്ക ചതച്ചതും നമ്മൾ വറുത്ത് വെച്ചിരുന്ന കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ബദാം, തേങ്ങ ഇതെല്ലാം വറുത്തതും ഇതിനകത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അസാധ്യ രുചിയുള്ള നമ്മളെ പായസം ഇവിടെ റെഡിയുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ രുചിയിൽ വളരെയധികം വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. വളരെ സമാധാനത്തോടെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.